ഹായ് ഫ്രണ്ട്സ്, ഈ വർഷം 2023 നവംബർ 30 വരെയുള്ള ഒരു ഡാറ്റ പ്രകാരം, ഈ ഡാറ്റ അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇൻ ഇന്ത്യ എന്ന ആ ഒരു അസോസിയേഷൻ്റെ ഡാറ്റ പ്രകാരം 1,66,000 കോടിയുടെ ഒഴുക്കാണ് മ്യൂച്വൽ ഫണ്ടിലേക്ക് സിപ്പ് വഴി വന്നിട്ടുള്ളത്. ഇത് 2022 കമ്പയർ ചെയ്യുമ്പോൾ 2022 1,50,000 കോടി ഉണ്ടായിരുന്ന ഒഴുക്കാണ്. അതിനെ മറികടന്നുകൊണ്ടാണ് ഈ വർഷം കാണാൻ കഴിയുന്നത്. അത് ഈ വർഷം ഇനിയും ഒരു മാസം ബാക്കിയുണ്ട് എന്നുകൂടി ഓർക്കുക. അങ്ങനെയാകുമ്പോൾ ഇനിയും ഈ ഡാറ്റ ഉയരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 2021 1,14,000 കോടി മാത്രമാണ് ഉണ്ടായിരുന്നത്. 2020 കമ്പയർ ചെയ്യുമ്പോൾ 2020 97,000 കോടിയുടെ മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ ആണ് ഡാറ്റ പ്രകാരം കാണുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ടുകളിൽ അതിശക്തമായ ഫണ്ടിൻ്റെ ഒഴുക്കാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സിപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് അത്രമാത്രം കൂടിയിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇക്വിറ്റി മാർക്കറ്റിൽ നിക്ഷേപകർക്ക് ഉണ്ടായിട്ടുള്ള വർദ്ധിച്ചു വരുന്ന ഒരു വിശ്വാസം, അതാണ് ഒരു പ്രധാനപ്പെട്ട ഈ ഒരു ഒഴുക്കിന് കാരണം. ഇപ്പോൾ വിവിധ AMCകളുടെ, അതായത് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ, നമുക്കറിയാം HDFC, ആക്സിസ് ബാങ്ക്, മിറായ അസറ്റ്, കനറ റുബേക്കോ, പരാഗ് പരിക്ക്, അങ്ങനെ തുടങ്ങി ധാരാളം അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അവരുടെ മൊത്തത്തിലുള്ള AUM, അതായത് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2022 അത് 6,75,000 കോടി ഉണ്ടായിരുന്നത് ഇപ്പോൾ 9,31,000 കോടിയുടെ ഒരു വൻ വളർച്ചയാണ് കാണാൻ കഴിയുന്നത്. അത് ഏകദേശം 38% വളർച്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കൂടുതലായിട്ട് ബിഗിനേഴ്സാണ് മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സിപ്പ്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നതിനെ പറ്റി നല്ലൊരു ബോധവൽക്കരണം നല്ല രീതിയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കോംപ്ലിക്കേഷൻസ്, അവിടെ ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന മാർക്കറ്റ് നോളജിൻ്റെ ഒരു അഭാവം, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ, അത്ര നൂലാമാലകളൊക്കെ ഒഴിവാക്കി, കൂടാതെ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കുക പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വളരെ ഈസി ആയിട്ട് ഇക്വിറ്റിയുടെ ആ ഒരു വളർച്ചയുടെ, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വളർച്ചയുടെ ഒരു ഗുണഫലം കിട്ടാൻ വേണ്ടിയിട്ട് പൊതുവെ ബിഗിനേഴ്സൊക്കെ ആശ്രയിക്കുന്ന ഒരു സംഭവമാണ് മ്യൂച്വൽ ഫണ്ടുകൾ. അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ പൊതുവെ കൂടുതൽ ബിഗിനേഴ്സ് അതിലേക്ക് പോകുന്നതിൻ്റെ കാരണം അതാണ്. കൂടാതെ അവർക്ക് മാർക്കറ്റിനെ ട്രാക്ക് ചെയ്യാനും അതുമായിട്ട് കെട്ടി മറിയാനുമുള്ള സമയമില്ലാത്തവരൊക്കെ പൊതുവെ മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ഈക്വിറ്റിയുടെ ഒരു ഗുണഫലം കിട്ടണമെങ്കിൽ ഏറ്റവും മിനിമം നമ്മൾ മ്യൂച്വൽ ഫണ്ടിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ ഫണ്ടുകൾ തിരഞ്ഞെടുക്കണം, അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ പൊതുവെ ഈ ബിഗിനേഴ്സ് അറിഞ്ഞിരിക്കേണ്ടതും ഒരു അത്യാവശ്യമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. R4Iയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം 2022 നവംബറിൽ ഈ ഇക്വിറ്റികളിൽ മാത്രം, അതായത് സ്റ്റോക്കുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന 8 മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയിലെ ബെസ്റ്റ് സ്റ്റോക്കുകളെക്കുറിച്ച്, അല്ലെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്ത സ്റ്റോക്കുകളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവർക്ക് അത് ഒന്ന് വാച്ച് ചെയ്യുന്നത്, അത് വാച്ച് ചെയ്തുകൊണ്ട് ഈ വീഡിയോ വാച്ച് ചെയ്താലാണ്, ഞാൻ അതുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായും ആ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ട് ഈ വീഡിയോ വാച്ച് ചെയ്താൽ കുറച്ചും കൂടി നല്ലൊരു ഇൻസൈറ്റ് ഈ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി ലഭിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ചെയ്ത വീഡിയോയിൽ ഞാൻ ഇൻഡെക്സ് ഫണ്ടുകളും, അതുപോലെ ലാർജ് ക്യാപ് ഫണ്ടുകൾ, അതുപോലെ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടുകൾ, അതുപോലെ ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ, മൾട്ടി ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ, മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ, സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾ, അതുപോലെ ELSS അഥവാ ടാക്സ് സേവിങ് മ്യൂച്വൽ ഫണ്ടുകൾ, ഇങ്ങനെ തുടങ്ങി 8 കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ് പ്രതിപാദിച്ചത്. അപ്പോൾ ഈ 8 കാറ്റഗറികളുടെ ഒരു പ്രത്യേകത, ഈ മ്യൂച്വൽ ഫണ്ടുകൾ മുഴുവനായിട്ടും 100% സ്റ്റോക്കുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ്. നമുക്കറിയാം മ്യൂച്വൽ ഫണ്ടുകൾ, ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, അത് കടങ്ങളിലും ബോണ്ടുകളിലും ഡിബഞ്ചറുകളിലും ഒക്കെ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അതേപോലെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്മോഡിറ്റി മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അതുപോലെ ഒരു പ്രത്യേക സെഗ്മെൻറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളുണ്ട്. അങ്ങനെ ധാരാളം കാറ്റഗറി മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. നമ്മളിവിടെ പരിഗണിച്ചത് ഈ
ഇങ്ങനെയുള്ള പ്യുവറായിട്ട് ഈവൻ ഹൈബ്രിഡ് ഫണ്ടുകൾ പോലും നമ്മൾ പരിഗണിച്ചിട്ടില്ല. കാരണം പ്യുവറായിട്ട് സ്റ്റോക്കുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് ഇവിടെ പരിഗണിച്ചത്. അപ്പോൾ ആ ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ചൊരു മാനദണ്ഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷത്തെ ഒരു ഹിസ്റ്ററി അതിനുണ്ടായിരിക്കണം ഏറ്റവും മിനിമം. അതായത് അതിൻ്റെ പുതുതായിട്ട് വന്ന മ്യൂച്വൽ ഫണ്ടുകൾ പൊതുവേ നല്ല റിട്ടേൺ കാണിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മണ്ടത്തരമായിരിക്കും. കാരണം ഒരു വർഷം റിട്ടേൺ നല്ലത് കൊടുത്തു എന്നതുകൊണ്ട് അടുത്ത വർഷം അതേ റിട്ടേൺ നൽകും എന്നതിന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. എന്നാൽ കഴിഞ്ഞ ഒരു ഹിസ്റ്ററി എത്ര മിനിമം ഒരു 5 വർഷത്തെ ഹിസ്റ്ററി എങ്കിലും നമ്മൾ പരിശോധിക്കാനുണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് ആ ഒരു മ്യൂച്വൽ ഫണ്ടിനെ പറ്റി കൃത്യമായൊരു ധാരണ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 5 വർഷത്തെ ഒരു മിനിമം പ്രായമുള്ള മ്യൂച്വൽ ഫണ്ടുകൾ മാത്രമാണ് സെലക്ട് ചെയ്തത്. കൂടാതെ എക്സ്പെൻസ് റേഷ്യോ ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം നമ്മളൊരു റെഗുലർ മ്യൂച്വൽ ഫണ്ടിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങളൊരു ബാങ്കിൽ പോയിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഏജൻറ്റ് വഴി ഒക്കെ മ്യൂച്വൽ ഫണ്ട് എടുക്കുമ്പോൾ അത് റെഗുലർ മ്യൂച്വൽ ഫണ്ടായിരിക്കും. അതിന് എക്സ്ട്രാ എക്സ്പെൻസ് റേഷ്യോ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അവരെ നിങ്ങൾക്ക് കൂടുതൽ ഗൈഡൻസും മറ്റുമൊക്കെ തരുന്നത് കൊണ്ട് കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള സർവീസ് ചാർജും എക്സ്പെൻസ് റേഷ്യോ ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ ആ എക്സ്പെൻസ് റേഷ്യോ കൂടുതൽ ഒഴിവാക്കാൻ വേണ്ടി ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ മാത്രമാണ് നമ്മൾ പരിഗണിച്ചത്. അതുതന്നെ എക്സ്പെൻസ് റേഷ്യോ 1-ൽ താഴെ ആയിരിക്കണം എന്നും ആ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് ബെസ്റ്റ് ഫണ്ടുകളെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇത് കൂടാതെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്, അതായത് എത്ര കോടി പണം അവരുടെ കയ്യിൽ അവർ മാനേജ് ചെയ്യാനുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് അഥവാ AUM എന്ന് പറയും. അപ്പോൾ ആ AUM മിനിമം ഒരു 2000 കോടിക്ക് മേലെയെങ്കിലും ഉണ്ടായിരിക്കണം. നമുക്കറിയാം ചില ഫണ്ടുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ 40 കോടിയായിരിക്കും മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 20 കോടിയായിരിക്കും. അത്തരം ഫണ്ടുകൾ സ്വാഭാവികമായിട്ടും അതിൽ അത്രമാത്രം ഫണ്ട് ഒഴുക്ക് വരാത്തതിൻ്റെ കാരണം ആ ഫണ്ട് പോപ്പുലർ അല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു ഫണ്ട് പോപ്പുലർ ആണോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് AUM, അതായത് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്. അപ്പോൾ അത് ഒരു 2000 കോടിക്ക് മുകളിലെങ്കിലും ഉള്ള ഫണ്ടുകളാണ് നമ്മളിവിടെ തിരഞ്ഞെടുത്തത്. അപ്പോൾ അങ്ങനെ ആ ഒരു കഴിഞ്ഞ 2022 നവംബറിൽ തിരഞ്ഞെടുത്ത 8 മ്യൂച്വൽ ഫണ്ടുകളെ, 8 കാറ്റഗറിയിൽപ്പെട്ട 8 ബെസ്റ്റ് ഫണ്ടുകളെ നമ്മൾ ഈ വർഷം ഒന്നും കൂടി ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കുകയാണ്. കാരണം ആ ഫണ്ടുകൾ എങ്ങനെയായിരുന്നു അതിൻ്റെ പെർഫോമൻസ് ഒരു വർഷത്തത്, അതിൻ്റെ AUMൽ വർധന ഉണ്ടായിട്ടുണ്ടോ. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അതായത് മൊത്തത്തിലുള്ള അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് മൊത്തത്തിൽ 38% വളർച്ചയുണ്ട്. അതിനാനുപാതികമായ വളർച്ച സ്വാഭാവികമായിട്ടും AUMൽ ഈ മ്യൂച്വൽ ഫണ്ടുകളിലും ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ അതുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക. അതുപോലെ ഗ്രോത്ത് എത്രമാത്രം കാണിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം നിഫ്റ്റി നല്ലൊരു മുന്നേറ്റം 2023 നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനാനുപാതികമായൊരു മുന്നേറ്റം ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുകൂടി നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. അപ്പോൾ അതുവഴി 2024 ഇത് തന്നെ ആയിരിക്കുമോ നമ്മുടെ ബെസ്റ്റ് ഫണ്ടുകൾ എന്നുകൂടി ഒരു കൺക്ലൂഷനിലെത്തുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ 8 കാറ്റഗറിയിലുള്ള 8 മ്യൂച്വൽ ഫണ്ടുകളെ ഒന്നുകൂടി നമുക്കൊന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം പരിഗണിക്കുന്ന സെക്ടർ എന്ന് പറയുന്നത് ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടുകളാണ്. അതായത് നിഫ്റ്റി 50 ഇൻഡെക്സിൽ മാത്രം നിക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ ആ ഇൻഡെക്സിനെ അനുകരിച്ചുകൊണ്ട് അതുപോലെ മിറർ ചെയ്തുകൊണ്ട് അതുപോലെ കോപ്പി ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളെയാണ് ഇൻഡെക്സ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിഫ്റ്റി 50 ഇൻഡെക്സിലെ നമ്മൾ അന്ന് സെലക്ട് ചെയ്ത് UTI നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടായിരുന്നു. അതിൻ്റെ റിട്ടേൺ ഈ കഴിഞ്ഞ ഒരു വർഷം കിട്ടിയിട്ടുള്ളത് 18 ഏകദേശം 19% റിട്ടേൺ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിഫ്റ്റിയുടെ റിട്ടേണും ഏകദേശം 19% ഒരു വർഷം. അപ്പോൾ അതിൻ്റെ അർത്ഥം നിഫ്റ്റിയെ അതേപോലെ തന്നെ നിഫ്റ്റി നൽകിയ അതേ റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണ് UTI നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട്. ഇതിൻ്റെ AUMൽ വൻ വളർച്ച ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം 8940 ആയിരുന്നു 2022 AUM, അതായത് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്. അത് ഈ വർഷം 13,676 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അത്രയധികം പുതിയ ആളുകൾ ഇതിൽ ചേർന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. അത് 34% ഒരു വളർച്ചയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ UTI നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് നമുക്ക് തുടരാവുന്ന ഒരു ഇൻഡെക്സ് ഫണ്ടായിട്ട് നമുക്ക് ഒരു തീരുമാനത്തിലെത്താൻ കഴിയും. ഇനി രണ്ടാമത് നമ്മൾ നോക്കിയത് ലാർജ് ക്യാപ് ഫണ്ടായിരുന്നു. ലാർജ് ക്യാപ് ഫണ്ടിൽ നമ്മൾ ഓപ്റ്റ് ചെയ്തത് കാനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ടായിരുന്നു. അതിൻ്റെ ഡയറക്റ്റ് ഗ്രോത്ത് ഫണ്ടായിരുന്നു.
അതിൻ്റെ റിട്ടേൺ കാണിക്കുന്നത് 21.56%. നമുക്കറിയാം ലാർജ് ക്യാപ് ഫണ്ട് എന്ന് പറയുന്നത് ഈ നിഫ്റ്റിയിലെ ടോപ്പ് 100 കമ്പനികളിൽ ഈ ഫണ്ട് മാനേജറുടെ ഇഷ്ടാനുസരണം അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ലാർജ് ക്യാപ് ഫണ്ടിലുള്ളത്. അപ്പോൾ അത് നമ്മളിവിടെ കാണാൻ പറ്റും. ഇൻഡെക്സിനെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻഡെക്സ് 19% റിട്ടേൺ നൽകിയോ, ഇത് 21% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2022 ഇതിൻ്റെ AUM 8547 ആയിരുന്നു. അത് 10,816 വർദ്ധിച്ചിട്ടുണ്ട്, 10,816 കോടിയായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചേഞ്ച് ഏകദേശം 21% ഒരു ചേഞ്ച് AUMൽ നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പം ഈ കനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് ഫണ്ടും ഒരു സേഫായിട്ടാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഇത് ആ സ്ഥിരത അത് നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റോക്കിലും ഒരു മാറ്റത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി മൂന്നാമത്തെ നമ്മൾ തിരഞ്ഞെടുത്തത് ഈ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടുകളായിരുന്നു. അപ്പോൾ ലാർജ് ക്യാപ്പിലും മിഡ് ക്യാപ് ഫണ്ടിലും മിക്സ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന, അതിന് ഫണ്ട് മാനേജർക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു സ്റ്റോക്കുകളെയാണ് നമ്മൾ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടിൽ നമ്മളന്ന് സെലക്ട് ചെയ്തത് മിറായ അസറ്റ് എമേർജിംഗ് ഈക്വിറ്റി ഫണ്ടായിരുന്നു. അത് ഒരു വർഷം നൽകിയ റിട്ടേൺ ഇപ്പോൾ 28%. കൂടാതെ അതിൻ്റെ AUMലുണ്ടായിരുന്ന വളർച്ച നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 23,690 കോടി ഉണ്ടായിരുന്ന ഇവിടുത്തെ നിന്ന് ഇപ്പോൾ 30,284 കോടിയായിട്ട് വളർന്നിട്ടുണ്ട്. എൻ്റെ ചേഞ്ച് ഏകദേശം 21%, അല്ലെങ്കിൽ ഏകദേശം ഒരു 22% വളർച്ച അതിൻ്റെ AUMൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം മിറായ അസറ്റ് എമേർജിംഗ് ഫണ്ടും നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നല്ല റിട്ടേൺ നൽകിയിട്ടുള്ളൊരു ഫണ്ടായിട്ട് കണക്കാക്കാം. ഇനി അടുത്തത് ഫ്ലെക്സി ക്യാപ് ഫണ്ടായിരുന്നു. ഫ്ലെക്സി ക്യാപ് ഫണ്ടിൽ നമ്മൾ അന്ന് ഓപ്റ്റ് ചെയ്തത് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ടായിരുന്നു. അതിൻ്റെ ഒരു വർഷത്തെ റിട്ടേൺ ഇപ്പോൾ നൽകിയിട്ടുള്ളത് 35%. അതിൻ്റെ AUM നോക്കുകയാണെങ്കിൽ 27,712 കോടി ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 48,293 കോടിയായിട്ട് കാണാം. അതായത് 42% വളർച്ച. നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് മൊത്തത്തിലുള്ള മാർക്കറ്റിൽ AUM വളർന്നത് 38%. അപ്പോൾ അതിനേക്കാളും ഈ ഫണ്ടിലേക്ക് ഒഴുക്ക് നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫ്ലെക്സി ക്യാപ് കാറ്റഗറിയിൽ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു ഫണ്ടായിട്ട് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇനി അടുത്ത നമ്മൾ നോക്കിയത് മൾട്ടി ക്യാപ് ഫണ്ടായിരുന്നു. മൾട്ടി ക്യാപ് ഫണ്ട് നമുക്കറിയാം, അത് ഈ ലാർജ് ക്യാപ്പിൽ 25%, മിഡ് ക്യാപ്പിൽ 25%, സ്മോൾ ക്യാപ്പിൽ 25% ഇൻവെസ്റ്റ് ചെയ്യുന്ന, ബാക്കിയുള്ള 25% ഫണ്ട് മാനേജറുടെ ഇഷ്ടാനുസരണം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ടാണ് ഈ മൾട്ടി ക്യാപ് ഫണ്ടുകൾ. അപ്പോൾ അന്ന് നമ്മൾ തിരഞ്ഞെടുത്തത് ക്വാണ്ട് ആക്റ്റീവ് ഫണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പോൾ ഒരു വർഷത്തെ റിട്ടേൺ ഏകദേശം 25%. അതിൻ്റെ AUM വളർന്നത് നോക്കുക, 3,221 കോടിയായിരുന്നു അന്നുണ്ടായിരുന്നത്. അതിപ്പോൾ 6,681 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്, ഏകദേശം 51% വളർച്ച. അപ്പോൾ ക്വാണ്ട് ഈ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ അവരുടെ റിട്ടേൺ ഈ മാർക്കറ്റിനത് അത്ഭുതപ്പെടുന്ന റിട്ടേണാണ് അവർ പൊതുവെ അവരെല്ലാ ഫണ്ടിൽ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനോടുള്ള വിശ്വാസം വർദ്ധിച്ചു വരികയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ AUM വർദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല തോതിലുള്ള ഒരു ഫണ്ട് ഒഴുക്ക് ഈ കമ്പനിയിലേക്ക്, ക്വാണ്ടിൻ്റെ ഈ ഒരു ആക്റ്റീവ് ഫണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്ത നമ്മൾ നോക്കിയത് മിഡ് ക്യാപ് ഫണ്ടായിരുന്നു. മിഡ് ക്യാപ് ഫണ്ടിൽ അന്ന് നമ്മൾ ചൂസ് ചെയ്തത് PGIM മിഡ് ക്യാപ് ഫണ്ടായിരുന്നു. അതിപ്പോൾ 20% റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. ആക്ച്വലി ആ റിട്ടേൺ അത്ര ആകർഷകമല്ല. കാരണം നമുക്ക് നോക്കാം, നേരെ നമ്മൾ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് മിറായ അസറ്റിൻ്റെ 28% നൽകിയിരുന്നു. ഇനി നമ്മുടെ ഈവൻ ലാർജ് ക്യാപ് ഫണ്ട് പോലും 21% നൽകിയെടുത്ത് PGIMൻ്റെ ഈ ഒരു മിഡ് ക്യാപ് ഫണ്ട് വെറും 20% മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നത് അത്ര ഒരു ആകർഷകമല്ല. കൂടാതെ 2022 അന്ന് 7,257 കോടി ഉണ്ടായിരുന്ന അവരുടെ AUM ഇപ്പോൾ 9,800 കോടിയായിട്ട് വളർന്നിട്ടുണ്ടെങ്കിലും അത് വെറും 25% വളർച്ചയാണ്. ആക്ച്വലി മിഡ് ക്യാപ്പിൽ നല്ല തോതിലുള്ള ഫണ്ട് ഒഴുക്ക് നടന്നിട്ടുണ്ട്. ഏറ്റവും അധികം ആളുകൾ ഫോക്കസ് ചെയ്യുന്നത് മിഡും സ്മോൾ ക്യാപ്പിലൊക്കെയാണ്. എന്നിട്ടും PGIM മിഡ് ക്യാപ്പിന് ആ രീതിയിലുള്ളൊരു വളർച്ച കാണാൻ കഴിയുന്നില്ല.
അടുത്തത് നമ്മൾ നോക്കുന്നത് സ്മോൾ ക്യാപ്പ് കാറ്റഗറിയിലാണ്. സ്മോൾ ക്യാപ്പ് കാറ്റഗറിയിൽ ആക്സിസ് സ്മോൾ ക്യാപ്പ് ഫണ്ടായിരുന്നു നമ്മളന്ന് ചൂസ് ചെയ്തിരുന്നത്. അതിപ്പോൾ കൊടുത്തിട്ടുള്ള റിട്ടേൺ 35.43% മോശമല്ലാത്തൊരു റിട്ടേൺ ആണ്. കൂടാതെ 2022 10,992 ഉണ്ടായിരുന്ന AUM ഇപ്പോൾ 17,915 എന്നുള്ള രീതി വളർന്നിട്ടുണ്ട്. അതായത് ഏകദേശം 38% വളർച്ച. നമുക്കറിയാം ഓവറോൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഉണ്ടായിട്ടുള്ള വളർച്ചയുടെ അതേ പെർസെൻറ്റേജ് വളർച്ച ഈ ഫണ്ടിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു ലക്ഷണമാണ്. അതുകൊണ്ട് ആക്സിസ് സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ തുടരുന്നതിൽ കുഴപ്പമില്ല. അങ്ങനെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ചെയ്തത് ടാക്സ് സേവർ ഫണ്ടുകളെ കുറിച്ചായിരുന്നു. അതായത് 3 വർഷം ലോക്കിൻ പീരീഡുള്ള ടാക്സ് സേവിങ് ഫണ്ടുകൾ. അതിൽ ക്വാണ്ട് ടാക്സ് പ്ലാൻ ആയിരുന്നു നമ്മൾ ഓപ്റ്റ് ചെയ്തത്. അതിപ്പോൾ നൽകിയിട്ടുള്ള റിട്ടേൺ ഏകദേശം 30%. അത് 2022 വെറും 2,126 AUM ഉണ്ടായിരുന്ന ക്വാണ്ട് ടാക്സ് പ്ലാനിൻ്റെ ഇപ്പോഴത്തെ AUM 5,614 കോടിയാണ്. അതായത് 62% റെക്കോർഡ് വളർച്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാണ്ട് ടാക്സ് പ്ലാൻ തുടരുന്നതിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് കഴിഞ്ഞ ആ ഒരു ഫണ്ടുകളുടെ ഒരു റിവ്യൂ ആയിട്ട് ഇവിടെ പറയുന്നത്. നമ്മൾ മറ്റൊരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ 8 കാറ്റഗറികൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 8 കാറ്റഗറിയിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഒരു ഇൻഡെക്സ് ഫണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ലാർജ് ക്യാപ്പ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അതേപോലെ നിങ്ങളൊരു ഫ്ലക്സി ക്യാപ്പ് ഫണ്ട് ഉണ്ടെങ്കിൽ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട് ഒഴിവാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ടാക്സ് സേവർ ഫണ്ട് ഉണ്ടെങ്കിൽ ഫ്ലക്സി ക്യാപ്പ് ഒഴിവാക്കാം. അതേപോലെ ഒരു സ്മോൾ ക്യാപ്പ് ഫണ്ട് ഒരു സ്മോൾ ക്യാപ്പ് ഫണ്ട് നിർബന്ധമായിട്ടും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പം അങ്ങനെ നമ്മളൊരു 3-ൽ കൂടുതൽ ഒരു മ്യൂച്വൽ ഫണ്ട് കയ്യിൽ വെക്കേണ്ട ഒരു കാര്യമില്ല. ഇനി അഥവാ ഒരു ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ 3-ൽ കൂടുതൽ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് ആലോചിക്കാം. അതല്ലാതെ ഒരു ലോങ് ടേം വെൽത്ത് ക്രിയേഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 2-3 മ്യൂച്വൽ ഫണ്ടുകൾ ധാരാളം മതിയാവും. അപ്പോൾ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തീർന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.